ഹായ് ഡോക്ടർ, ഐ ആം ശ്രീരാം ദേശായി. കുറച്ചു മുമ്പ് നിങ്ങൾ ഫോൺ ചെയ്തിരുന്നു. യാ റാം, പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. പറഞ്ഞോളൂ. ഡോക്ടർ, നിക്കുമോളെ, അച്ഛൻ ഡോക്ടറോട് സംസാരിക്കുക. അവരിപ്പ വരും, എന്നിട്ട് നമുക്ക് അകത്ത് പോവാവേ. നിനക്കെന്താ പറ്റിയെന്ന് ഡോക്ടർ പറഞ്ഞു തരും കേട്ടോ. എനിക്കൊന്നും പറ്റിയിട്ടില്ല സീതമ്മ. ബോറടിക്കുന്നുണ്ടോ? മൊബൈൽ വേണോ നിനക്ക്? മൊബൈലോ? വേഗം താ. കൊറേ ദിവസമായി മൊബൈലിൽ കളിച്ചിട്ട്. പക്ഷെ എനിക്കാണെങ്കിൽ മൊബൈൽ പിടിക്കാൻ കഴിയില്ലല്ലോ. എന്താ ചെയ്യാ? വേണ്ടേ? ശരി, ഓക്കെ, വിടുപോട്ടെ. ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ മുതൽ സീത പഴയ സീതയല്ല ഡോക്ടർ. ഇനി ഞങ്ങളെ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യണം. I will do my best. Please call her inside. താങ്ക് യു ഡോക്ടർ. ഈ അശോക ആക്സിഡന്റിന്റെ രഹസ്യം എന്തെന്നറിയാതെ അടങ്ങിയിരിക്കും തോന്നുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഹലോ. നമസ്കാരം മാഡം. എപ്പോഴും പണിയെടുക്കുമ്പോൾ തന്നെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നതാണല്ലോ. പക്ഷെ ഇത്തവണ വലിയൊരു പണി നടത്തിയിട്ടും അക്കൗണ്ടിലേക്ക് ഇതുവരെ അഡ്വാൻസ് മാത്രമേ വന്നുള്ളൂ. ബാക്കി പണം ഇതുവരെ എത്തിയില്ല. രുദ്രപ്രതാപ്, ഏൽപ്പിച്ച ജോലി അതിനെ നീ നീറ്റായിട്ട് ചെയ്തോ? എന്താ മാഡം, സിഹി എന്ന നിങ്ങളുടെ തലവേദനയെ ഞങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കിയില്ലേ? പക്ഷെ ആ മരണം എന്റെ എന്നേക്കുള്ള തലവേദനയായിരിക്കുക. എന്ത്? ഇവിടെ ഒരുത്തനായ ആക്സിഡന്റിന്റെ പുറകെ കൂടിയിട്ടുണ്ട്. കൂടിക്കോട്ടെന്നേ, അവനെ ഇതുപോലെ അങ്ങ് തീർത്താ പോരെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. പണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മാഡം. ആദ്യം പണം, അത് കഴിഞ്ഞു മതി പണി. ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയിട്ടില്ല സീത ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. സീതയോട് സിഹി ഓൾറെഡി എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇനിയിപ്പോ ആ സിഹി പറഞ്ഞാലും സീത ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതൊക്കെ ഓർത്തു വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? തമാശ പറയല്ലേ മാഡം. സീത എവിടെ ജീവനോടെ ഉണ്ടെങ്കിലും ചത്തതിന് തുല്യ. ഒരു പക്ഷെ അവൾക്കിനിയെല്ലാം ഓർമ്മ വന്ന? ഓർമ്മ വന്നാലല്ലേ അപ്പോ സിഹി ജീവനോടെ ഇല്ലെന്നുള്ള കാര്യം ഓർമ്മ വരുമല്ലോ. ആ ഷോക്കിൽ അവൾ അങ്ങ് ചത്തുപോയിക്കോളും. അത്രേ ഉള്ളൂ. നിങ്ങൾ കൂളായിട്ടിരിക്കെ. ഇപ്പൊ എനിക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വേണം. ശരി, പൈസ ഇന്ന് തന്നെ നിന്റെ അക്കൗണ്ടിൽ വീണിരിക്കും. താങ്ക് യു. സീത, നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഭേദമാകരുത്. അച്ഛൻ വന്നോ? അച്ഛൻ വന്നോ? സീത, ഡോക്ടർ വിളിക്കുന്നുണ്ടോ, നീ വരും. മോളെ, ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന്. നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കാം എന്താ പറ്റിയതെന്ന്. ഒന്നുമില്ല മോളെ, എന്തിനാ കരയുന്നേ? ഗുഡ് ഗേൾ അല്ലേ മോള്? കരയല്ലേ കരയല്ലേ, ബാബാ. അച്ഛാ, ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ? ഭാർഗവി, എന്താച്ചാ? നാളെ നമ്മുടെ സിഹിയുടെ ചടങ്ങ് നടക്കുന്ന ദിവസമല്ലേ? അതിന് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ മോളെ? എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു വെച്ച. പക്ഷേ ഈ ചടങ്ങുകളൊക്കെ അതെങ്ങനെ നടത്താന്ന് എനിക്ക് അറിയില്ല അച്ഛാ. പകലെന്തായാലും ഇത് നടത്താൻ കഴിയില്ല. സംസ്കാര ചടങ്ങിന് എത്താത്ത എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. സീത ഇതിനൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല അച്ഛാ. അതുകൊണ്ട് നമുക്ക് ചടങ്ങുകളൊക്കെ രാത്രി വെച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. സൂരി, സോറി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ചടങ്ങ് നടത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. സിഹി ജീവിച്ചിരിപ്പുണ്ടെന്നാ സീത കരുതുന്നത്.
ഇങ്ങനൊരു സമയത്ത് നമ്മൾ ഇങ്ങനൊരു ചടങ്ങിപ്പോ വച്ചാ ഉണ്ടായത് എന്താണെന്ന് സീത അറിയില്ലേ? അവളുടെ റിയാക്ഷൻ എന്താവും ആലോചിക്കേ. അതെ സർ, സീതയ്ക്ക് അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അതല്ലാച്ചാ എന്ന് കരുതി നമുക്ക് ഈ ചടങ്ങൊന്നും നടത്താതിരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഈ ചടങ്ങ് നമുക്ക് സീത ഉറങ്ങിയ ശേഷം രാത്രി നടത്തിയാലോ? എന്തായാലും ആശുപത്രിയിൽ പോയ രാമൻ വരട്ടെ, അവനോടൊന്ന് സംസാരിച്ച് തീരുമാനമെടുക്കാം. അല്ലച്ചാ, അപ്പുവിനോട് ചോദിച്ചാ ഈ ചടങ്ങൊന്നും വേണ്ടെന്നേ അവൻ പറയും. എന്നാലും നമുക്ക് അവനോടൊന്ന് സംസാരിച്ച് നോക്കാം മോളെ. തീരുമാനമെടുക്കേണ്ടത് അവനല്ലേ. ഹലോ സീത, പ്ലീസ് സിറ്റ് ഡൗൺ. ഹലോ ഡോക്ടർ. പറയൂ സീത, എന്തു പറ്റി? ഡോക്ടർ, ഇവള് എന്റെ മോള് സിഹി. അവളല്ല നിങ്ങളുടെ മോള്, ഞാനാ. സിഹി, ഡോക്ടർ ആന്റിയോട് ഹായ് പറ. ഹായ്. ഹായ് ഡോക്ടർ ആന്റി. ഡോക്ടർ, ഇവള് വീട്ടിലെ പടിക്കട്ടിന്ന് വീണു. എന്തെങ്കിലും പറ്റിക്കാണും. ഒന്ന് കാണിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് വന്നതാ. നിങ്ങളൊന്ന് നോക്ക് ഡോക്ടറെ, എന്റെ മോൾക്ക് എന്താ പറ്റിയെന്ന്. നോ പ്രോബ്ലം സീത, ഐ വിൽ ടേക്ക് എ ലുക്ക്. അവളെ എവിടെ കിടത്തിക്കോളൂ. ആ. സീത, നിങ്ങളുടെ മോള് സിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവുന്നതാ. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ആണോ ഡോക്ടർ? ഈ ഡോക്ടർ ആന്റിയും കള്ളം പറയുവാണല്ലേ? സിഹി, നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ഇതെന്താ ഡോക്ടർ ആന്റി? നിങ്ങള് ആ ബെല്ലിയെ ഞാനാണെന്ന് പറയുന്നത് എന്തിനാ? റാം, നമ്മുടെ സിഹിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ഡോക്ടർ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞതല്ലേ നിനക്കൊന്നും പറ്റില്ല എന്ന്. കണ്ടോ, ഡോക്ടർ ഇപ്പൊ അത് തന്നെ പറഞ്ഞേ. നിനക്കൊന്നും പറ്റില്ല മോളെ. പക്ഷേ ഡോക്ടർ ആന്റി, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. എന്നെ എന്താ ഇവർക്ക് ആർക്കും കാണാൻ പറ്റാത്തെ? എനിക്ക് എന്താ പറ്റിയേ? എന്നെ ഇവർക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കൂ പ്ലീസ് ഡോക്ടർ. ഓ, എന്നെ നിങ്ങളും കാണുന്നില്ലേ? സീത, പ്ലീസ് സിറ്റ് ഡൗൺ. നിങ്ങൾക്ക് നിങ്ങളുടെ മകള് സിഹി ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണോ എന്നോ? ഇതെന്താ ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാ എന്താ പറയണ്ടേ? ഡോക്ടർ, എന്റെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചേ? സീത, കാം ഡൗൺ. നീ വെറുതെ പേടിക്കല്ലേ. ഡോക്ടർക്ക് മറുപടി കൊടുക്ക. സിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. നീ ഒന്ന് സംസാരിക്കേ. ഡോക്ടർ, സിഹി എനിക്ക് ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിച്ച എന്തിനാന്ന് എനിക്കറിയില്ല. പക്ഷേ സിഹി എന്റെ ജീവന. ഇവളാ എനിക്കെല്ലാം. ഇരുട്ട് നിറഞ്ഞ എന്റെ ജീവിതത്തിൽ വെളിച്ചം തന്നത് ഇവളാ. ഇവളാ എന്റെ വിളക്ക്. സിഹിയാണ് എനിക്കെല്ലാം ഡോക്ടർ. സിഹി ഇല്ലെങ്കിൽ എനിക്ക്
എനിക്ക് വേറെ ഒന്നുമില്ല. നീ അപ്പൊ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? ഓക്കെ സീത, ഇനി നിങ്ങൾ പോയിക്കോളൂ. ഓക്കെ ഡോക്ടർ. സീത 2 minutes, ഞാനിപ്പോ വരാം. താങ്ക് യു ഡോക്ടർ. സീതമ്മ, ഞാനും വരുന്നുണ്ട്. ഡോക്ടർ, സീത പഴയതുപോലെ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ? സീതയുടെ ലൈഫിലേക്ക് വീണ്ടും സിഹി വരണം. വീട്ടിലിരിക്കുന്ന കാശിന്റെ കൂടെ ഈ പൈസയും കൂടെ ചേർത്ത് നമുക്ക് ആ നാറിയുടെ മുഖത്തെറിഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മുടെ വീട് ഒരാൾക്കും പൊളിക്കാൻ കഴിയില്ല. ഇനി അവര് JCB കൊണ്ടുവരില്ലേ മുത്തശ്ശ? കൊണ്ടുവരട്ടെ അവൻ, അപ്പ കാണിച്ചു കൊടുക്കാം. അപ്പൊ എന്റെ കയ്യിൽ പണമില്ലാത്തോണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ പണം ഉണ്ടല്ലോ, ഇത് വേറെ കണക്കാ. ആ, നമുക്ക് പണം കണ്ടെത്താൻ പറ്റില്ലെന്നല്ലേ ഹി സെഡ്. പക്ഷേ മണി കിട്ടിയല്ലോ. ഇനി നിങ്ങൾ കണ്ടോ ദി ഷോക്ക്. മുത്തശ്ശ, ഇന്ന് നമുക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയല്ലേ? ഇന്ന് നമുക്ക് പിസ്സ കഴിച്ചാലോ? പിസയും കിസയും ഒന്നും ഇല്ല, വീട്ടിലെത്തിയിട്ട് കഞ്ഞി തരാം. മുത്തശ്ശ, ഒരു കുഞ്ഞു പിസ്സ 89 രൂപയ്ക്കൊക്കെ കിട്ടും അത്രേ. അങ്ങനത്തെ 2 എണ്ണം വാങ്ങാം. ഇവൾക്കൊരു പിസ്സ, ആ സുബിക്കാണെങ്കിൽ അമ്മ. എപ്പോഴും ഓരോ പുരാണം. ഇവരുടെ ആഗ്രഹങ്ങളും തീരില്ല, ഇവരും വിടില്ല. ഇത്രയും പണം കൈവച്ച് പുറത്ത് കറങ്ങുന്നത് നല്ലതല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നടക്ക്, വീട്ടിലോട്ട് പോവാ. ഡോക്ടർ, എന്താ ഈ പറയുന്നത്? യു മീൻ സിഹി വീണ്ടും സീതയുടെ ലൈഫിലേക്ക് വരണമെന്നോ? യെസ്, സീതയുടെ കണ്ടീഷൻ ഇപ്പോ വളരെ സെൻസിറ്റീവ് ആണ്. മകള് ജീവനോടെ ഇല്ലെന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യുന്നത് പോട്ടെ, അങ്ങനത്തെ സംസാരം കേൾക്കാൻ പോലും അവൾ ഇപ്പോ റെഡിയല്ല. ഇപ്പൊ നിങ്ങൾ തന്നെ കേട്ടല്ലോ, സിഹിയാണ് സീത. സിഹി ഇല്ലെങ്കിൽ സീതയും ഇല്ല. സോ ഇതിനൊരു സൊല്യൂഷൻ? ഇല്ലാത്ത സിഹി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇതുപോലെ തന്നെ വിശ്വസിപ്പിക്കണം. വീണ്ടും സീതയുടെ ലൈഫിലേക്ക് സിഹി വരണം. ഇപ്പൊ അവരുടെ അഗ്രഷൻ കുറയുന്ന വിധത്തില് ഞാൻ കുറച്ച് മെഡിസിൻ എഴുതി തരാം. നിങ്ങൾ അതൊക്കെ ഡെയിലി കൊടുക്കണം. അതുപോലെ വീക്ക്ലി വൺസ് കൗൺസിലിങ്ങിന് കൊണ്ടുവരണം. പതുക്കെ വേണം സീതയ്ക്ക് റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഇനി അത് മാത്രമാണ് മുമ്പിലുള്ള വഴി. ബട്ട് ഡോക്ടർ, ചിലപ്പോഴൊക്കെ ഓവർ ഹൈപ്പറായി അൺകൺട്രോളബിൾ സിറ്റുവേഷനിലൊക്കെ എത്താറുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? സോ ഇപ്പൊ ഇവരുടെ അഗ്രഷൻ കുറയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട്. അവർക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രം അത് യൂസ് ചെയ്യണം. പക്ഷേ തൽക്കാലം സീത മകളാണെന്ന് വിശ്വസിക്കുന്ന ആ പാവയെ അവളുടെ കൂടെ തന്നെ നിർത്തണം. ഇല്ലെങ്കിൽ അവളുടെ കണ്ടീഷൻ നമ്മുടെ കൈവിട്ടു പോവും. നോക്കുറ, സംടൈംസ് നമുക്ക് ഇഷ്ടമല്ലാത്ത ഹാഷായിട്ടുള്ള റിയാലിറ്റിന്ന് അകന്നു നിൽക്കാൻ ഇങ്ങനെയുള്ളൊരു കള്ളപ്രപഞ്ചം കെട്ടിയെടുക്കും. അത് നമ്മുടെ ഹോപ്പിംഗ് ഓഫ് മെക്കാനിസം ആയിരിക്കും. അതിനെ അതുകൊണ്ടാരും തകർക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ച ആള് പിന്നെ കാണില്ല. സോ റാം, പ്ലീസ് സീതയെ കെയർഫുൾ ആയിട്ട് നോക്കണം. എന്റെ എല്ലാമല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസോരം നീയല്ലേ. എന്റെ എല്ലാമല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസോരം നീയല്ലേ. നീ ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന ഉള്ളി കട്ട് ചെയ്യുമ്പോ പോലും കണ്ണീര് വരില്ല. കണ്ടോ, ഞങ്ങൾക്ക് ചിരിയാ വരുന്നേ. അയ്യോ എന്റെ പിള്ളേരെ, നിങ്ങളോട് പച്ചക്കറി അറിയാൻ പറഞ്ഞപ്പോ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുക. ജാക്കി, നീ ഇത്തിരി കൂടുന്നുണ്ടേ. ആദ്യം ഏൽപ്പിച്ച പണി ചെയ്യാൻ നോക്ക്. അതെ, നിങ്ങൾ അവളെ കണ്ടോ? ഞാനിവിടെ കിടന്ന് ഡാൻസ് കളിച്ചിട്ട് എന്നെ നോ സീയിങ്.
സുബി, ഇതാണോ എന്നെ പോലുള്ള ആക്ടേഴ്സ് തരേണ്ട വാല്യൂ? വാട്ട് ആർ യു സീയിങ് സുബി? ഏയ് സുബി, ആ ഫോട്ടോ നീ എന്തിനാ അവിടെ വെച്ചിരിക്കുന്നേ? എനിക്ക് ഈ ഫോട്ടോ ഒരുപാട് ഇഷ്ടായി. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ പോലെ ആയിരിക്കുമെന്നാ തോന്നുന്നേ. അമ്മ അമ്മ അമ്മ. ഏയ് സുബി, എന്താ നിന്റെ പ്രശ്നം? അമ്മ അമ്മ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. നോക്ക്, നീ എത്ര പറഞ്ഞോണ്ടിരുന്നാലും നിന്റെ അമ്മ നിന്നെ വന്ന് കൊണ്ടുപോവില്ല. എന്റെ അമ്മ പറയാറുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ദൈവത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന്. ഇടയ്ക്ക് ദൈവം അത് കേട്ട് തഥാസ്തു എന്ന് പറയൂ അത്രേ. അതുകൊണ്ടാ ഞാൻ അമ്മ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ നിന്റെ അമ്മ വന്നാ ഞങ്ങളെ കിട്ടിച്ച് പോവോ? അയ്യോ, ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ട് പോവാനാ? പിന്നെ അമ്മയുടെ കൂടെ പോവില്ലേ? ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കോ? നിങ്ങളെ എല്ലാരെയും ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവല്ലോ. ആ, നീ അതിന്റെ അപ്പുറം വേണേലും ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും സംസാരിച്ചു വീഴ്ത്തുന്ന സുബിയല്ലേ നീ? പച്ചക്കറി അഴിഞ്ഞ് കഴിഞ്ഞില്ലേ മോളെ? കൊടല് കത്തുന്നു. ഒരു പിസ വാങ്ങിയാ മതിയായിരുന്നു. എന്നാന്ന്? ഒന്നുമില്ല. ആ, അരി. മോളെ, റാം വന്നു. എടാ, നിങ്ങൾ എത്തിയോ? എന്തു പറഞ്ഞു? അപ്പോ ഡോക്ടർ എന്താ പറഞ്ഞ? എല്ലാം ഓക്കെ അല്ലേ? അമ്മേ, സിഹിക്കൊന്നും പറ്റിയിട്ടില്ല. അവൾ ഓക്കെയാണ്. വെരി ഗുഡ്. പോയ കാര്യം നടന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ആരും എന്നെ കാണുന്നില്ല എന്ന ഒറ്റ പ്രശ്നം. രാമ, ഡോക്ടർ ശരിക്കും ചെക്ക് ചെയ്തില്ലായിരുന്നോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ചെറിയച്ച, ഒരു പ്രശ്നവും ഇല്ല. റാം, എല്ലാരും പാവം ടെൻഷൻ അടിച്ചിരിക്കുക. സിഹിക്ക് ഒന്നുമില്ലെന്ന് നീ തന്നെ ഒന്ന് പറയേ. യാ ചെറിച്ച, നത്തിങ് ടു വറി. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അല്ല സീതമ്മ, എല്ലാരും അച്ഛനോട് ചോദിക്കുന്ന എന്താ? അല്ല, എന്നോട് ചോദിക്കാൻ പാടില്ലേ? ഞാനും നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നതല്ലേ? സീത, നീ പോയി റെസ്റ്റ് എടുക്ക. റെസ്റ്റ് ആവശ്യമുള്ളത് എനിക്കല്ല റാം, സിഹിക്കാം. സീത, സിഹിയുടെ കൂടെ കുറച്ചു നേരം നീയും കൂടി റെസ്റ്റ് എടുക്ക്. ചെല്ല്. എല്ലാവരും എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ കാണിക്കുന്നേ? നിങ്ങൾ ഇത്ര ശ്രദ്ധ കാണിക്കുന്നത് കാണുമ്പോ എനിക്കെന്തോ സംഭവിച്ചതുപോലെ എനിക്ക് ഡൗട്ട് വരുന്നേ. റാം, പറ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സീത, അങ്ങനെയൊന്നുമില്ല. നിനക്കൊരു കുഴപ്പമില്ല. പിന്നെ എല്ലാരും എന്തിനാ റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അത് പുറത്തുപോയി വന്നതല്ലേ, തനിക്ക് നല്ല ക്ഷീണം ഉണ്ടാവുന്ന ഓർത്ത് അവര് പറയുന്ന. നീ വാ, സിഹിയെ കിടത്തണ്ടേ? വാ.
സീത, നിനക്കൊരിക്കലും ഭേദമാവില്ല. നീ പേടിക്കേണ്ട ഭാർഗവി. അശോക, സീതയെ ഡോക്ടർ ചെക്ക് ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അത് റാം തന്നെ പറയണം. പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ടെല്ലാം ശരിയാവില്ലല്ലോ. നല്ലവരൊരിക്കലും ദൈവം കൈവിടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം. സീതയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകണം അശോക. ഭേദമാകും.